ഹായ് ഫ്രണ്ട്സ്, ഫോർ ഷൈനിങ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഗ്ലോണിമയിലൊക്കെ സുന്ദരികളായ കുറച്ച് പ്ലാന്റ്സുകളെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അഗ്ലോണിമാസ് എല്ലാം തന്നെ ഓൺലൈനായിട്ട് കൊടുക്കുന്നത് നമ്മുടെയൊക്കെ ബിസ്മി സനീഷ് എന്ന് പറയുന്ന ഒരു ഇത്തായാണ്. അപ്പോൾ ഞാൻ കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചെടികൾ വാങ്ങാൻ താല്പര്യമുള്ളവരെല്ലാവരും ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പിൽ മെസ്സേജ് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വെറൈറ്റി വേണോ ആ വെറൈറ്റിയുടെ ഫോട്ടോസ് നമുക്ക് അയച്ചു തരും. അങ്ങനെ നമുക്ക് ചെടികൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അഗ്ലോണിമയിൽ തന്നെ ഒരുപാട് കളക്ഷനുള്ള, ഇപ്പോൾ റെഡിലായാലും പിങ്കിലായാലും ഗ്രീനിലായാലും ഒരുപാട് ലീഫിൽ ഡിസൈൻ വരുന്നത്. പിന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഏത് കളക്ഷൻ വേണോ ആ കളക്ഷൻ എല്ലാം ഈ ഒരു താത്താൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മൾ നഴ്സറി പോയിട്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു അഗ്ലോണിമാസ് വാങ്ങിക്കാൻ പോണേ എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു അഗ്ലോണിമാസ് കിട്ടണമെന്നില്ല. ഇപ്പം നമ്മൾ ഈ ഒരു താത്താനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് അഗ്ലോണിമാസ് വേണോ ആ അഗ്ലോണിമ ഈ ഒരു താത്താൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതിമനോഹരമായ ചെടികളാണ് കേട്ടോ. നമ്മുടെയൊക്കെ മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്ന നല്ല അടിപൊളി അഗ്ലോണിമാസാണ് എനിക്കിവിടെ വന്നിട്ട് കാണാൻ പറ്റിയത്. ഒരുപാട് വെറൈറ്റികളുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേരാണ് സുക്സം കോമ്പാക്റ്റ റെഡ് അഗ്ലോണിമ എന്ന്. വളരെ ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ പ്ലാന്റുകളെല്ലാം ഓർഡർ അനുസരിച്ച് ഇത്ത സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഗ്രീനിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പേരുകൾ ഇത്ത പറഞ്ഞു തരും. ഞാൻ തരുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അഗ്ലോണിമാസിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോ ഇത്ത അയച്ചു തരും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് ഇത്താനോട് പറയുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എത്തിച്ചു തരും കേട്ടോ. ചില അഗ്ലോണിമാസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെ തന്നെ തോന്നും. പക്ഷേ അവയുടെ ഇലകളിലെ ഡിസൈനുകളും ഷേപ്പിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അഗ്ലോണിമ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ചെറിയ ലൈറ്റ് കിട്ടുന്നിടത്തൊക്കെ വെക്കുന്നതാണ് കൂടുതലും നല്ലത്. പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം ഒത്തിരി ഇല്ലാത്തൊരു ചെടിയാണ്. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകളെല്ലാം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാടൊന്നും വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ലാത്ത ചെടികളാണ് ഈ അഗ്ലോണിമ. നമ്മളിപ്പോൾ 10-15 ദിവസം കൂടുമ്പോൾ NPK 19-19-19 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഏതൊരു വീടുമായിട്ട് പൊരുത്തപ്പെട്ട് വളരുന്ന നല്ലൊരു ചെടിയാണ് ഈ അഗ്ലോണിമ. ഹൈബ്രിഡ് ഇനങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ വെയിലത്തൊന്നും വെക്കാതിരിക്കുക. ചെറിയ ലൈറ്റ് കിട്ടുന്നിടത്ത് മാത്രം വെച്ചാൽ മതി. വെയിലിൻ്റെ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വെള്ളവും വെയിലും ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. വേറെ വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് സുക്സം കോമ്പാക്റ്റ റെഡ് അഗ്ലോണിമ എന്നാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അഗ്ലോണിമയാണിത്. നല്ല റെഡ് കളറിലുള്ള ലീഫാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 850 രൂപയാണ് കേട്ടോ. റെഡ് അഗ്ലോണിമകളിൽ നിന്നും വ്യത്യസ്ത ടൈപ്പിലുള്ള അഗ്ലോണിമ ഈ താത്താൻ്റെ കയ്യിലുണ്ട്. ചെടികൾ ഓൺലൈനായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് വെറൈറ്റികൾ 400 മുതലുണ്ട് കേട്ടോ. ലോക്കൽ വെറൈറ്റികൾ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതിനനുസരിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഗ്ലോണിമയിലൊക്കെ സുന്ദരിയായിട്ടുള്ള സുക്സം കോമ്പാക്റ്റ റെഡ് അഗ്ലോണിമ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി പോട്ട് ചെയ്യുന്നത് എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതുപോലെ ചെറിയൊരു പോട്ടിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ വളരെ പതുക്കെ തന്നെ അതിൻ്റെ മണ്ണെല്ലാം നീക്കം ചെയ്തിട്ട് വേരിനൊന്നും ക്ഷതം സംഭവിക്കാതെ തന്നെ നമുക്കതിൻ്റെ മണ്ണെല്ലാം നീക്കം ചെയ്തെടുക്കാം. അപ്പോൾ വേരിന് തട്ടലോ മുട്ടലോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഇതിങ്ങെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഫംഗിസൈഡ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ വേരൊന്ന് ഈ ഫംഗിസൈഡിനകത്തൊന്ന് മുക്കി വെക്കാം കേട്ടോ. 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് മുക്കിയാൽ മതി. അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്തെങ്കിലും ഒരു ക്ഷതം ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഞാനിത് പോട്ട് ചെയ്യാൻ വേണ്ടി അധികം എടുത്തിരിക്കുന്നത് മണലാണ് കേട്ടോ. മണലിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കുറച്ച് കമ്പോസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൂട്ടാണ് ഞാൻ പോട്ടിൻ മിക്സായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വേപ്പിൻ പിണ്ണാക്ക് കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. മണ്ണിൽ കൂടി ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് നല്ലതാണ് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ പോട്ടിൻ മിക്സായിട്ട് ഞാൻ ഇത്രയും കൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് നടാനായിട്ട്. അപ്പം നമ്മൾ ഏതൊരു അഗ്ലോണിമ നടാനായിട്ടാണെങ്കിലും നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതലും മണലും ചകിരിച്ചോറും തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് അതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ വളരാനും അഗ്ലോണിമ നന്നായിട്ട് വളർന്നു വരാനൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് പോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു പോട്ടാണ് കേട്ടോ. അപ്പോൾ നിറച്ച് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഗ്ലോണിമ നടുമ്പോൾ നല്ല പോലെ ഹോളുള്ളൊരു പാത്രം തന്നെ ഇടുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് ബേബി മീറ്റിലോ അല്ലെങ്കിൽ ഓടിൻ കഷ്ണങ്ങളോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വേണം നമ്മുടെ പോട്ടിൻ മിക്സ് നിറച്ചെടുക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈബ്രിഡായിട്ടുള്ള ഇതുപോലത്തെ അഗ്ലോണിമാസൊക്കെ വാങ്ങുമ്പോൾ നല്ല ഹോളുള്ള പോട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അടിയിൽ മിറ്റിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കമുള്ള മണ്ണിൽ തന്നെ നടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ വേരിനൊക്കെ കംപ്ലൈൻറ്റ് വരും. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ വാർന്നു പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ പോട്ടിൻ മിക്സ് തയ്യാറാക്കുന്നത് നല്ല പോലെ ഹോളുള്ളത് എടുക്കാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്തതിന് ശേഷം ഒരാഴ്ചയോളം നല്ല തണലത്ത് തന്നെ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ലൈറ്റ് ഉള്ളിടത്ത് വെച്ചാൽ മതി കേട്ടോ. വെയിലുള്ളിടത്ത് ഒരിക്കലും തന്നെ വെക്കരുതേ. അപ്പോൾ നമ്മളിത് പോട്ട് ചെയ്തതിന് ശേഷം ആ ഫംഗിസൈഡ് കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ തണലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. ഇനി നമ്മൾ ഒരാഴ്ചയോളം ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഹൈബ്രിഡായിട്ടുള്ള എല്ലാ അഗ്ലോണിമയ്ക്കും കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ മണ്ണ് ഡ്രൈ ആവണം നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ മടി കാണിക്കണ്ട. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഓടിപ്പോകല്ലേ. ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും തന്നെ മടി കാണിക്കല്ലേ. താങ്ക് യു.